ാണ് ഇവനെ പൊതിഞ്ഞു കിട്ടിയതെന്ന് കൊണ്ടുപോയ മദറിന് ഓർമ്മ വന്നു. ഉടനെ മണ്ടേലയുടെ ജനനതീതിയായ 18 പീപ്പിൾസ് പാർട്ടിയുടെ PP ചേർത്ത് മദർ ഒരു കാച്ചങ്ങ് കാച്ചി. നെൽസൺ മണ്ടേല PP. ഇത് ഇക്രു, ഞങ്ങളുടെ സന്തത സഹചാരി, കുരുടിയുടെ ഏക സമ്പാദ്യം. ഇക്രു ആണ് എൻ്റെ ജീവിതം ശരിക്കും മാറ്റിമറിക്കുന്നത്. ഇപ്പോഴല്ല, പിന്നെ. ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട മുഴുവനും വീട്ടിലേക്കുള്ള അരി വാങ്ങാനല്ല, ഇത് ജോർജിനുള്ള സമ്മാനമാണ്. ഇതാണ് SI ജോർജ്. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ. വെള്ളം അടിച്ചിട്ടാണോ മോനെ വണ്ടി ഓടിക്കുന്നത്? എന്താടാ പേര്? നെൽസൺ മണ്ടേല. അയ്യോ, അടി ഒഴുകി മാറുമല്ലേടാ. അഞ്ചാമത്തെ അടിയിൽ ജോർജിന്റെ ബോധം പോയി. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ 1.5 ഡസനോളം അടി തിരിച്ചു കൊടുക്കാതെ വരുന്നത് മോശമല്ലേ? പോടാ. ലാലോ, എന്താ പറ? നീ ഇന്ന് നൈറ്റ് ക്ലാസ്സിൽ വരില്ലേ? ഞാൻ പോയൊന്ന് കുളിക്കട്ടെ, അപ്പോഴേക്കും നീ വീട്ടിലേക്ക് വാ. ഓക്കെ സേമ. അങ്ങോട്ട് നോക്കി വണ്ടി ഓടിക്കാം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാട്. വാ, അകത്തോട്ട് കയറി. അമ്മേ, അമ്മേ. എന്നെന്താ കഴിക്കാൻ? ഇത് കാണുമ്പോ തോന്നിയേക്കാം ഇത് ഇവന്റെ വീടും അത് അവന്റെ അമ്മയാണെന്ന്. എന്നാലല്ല, ഇതെന്റെ വീടും അത് എന്റെ അമ്മയാണ്. ഈ ഒരു ഒറ്റ കാര്യത്തില് എനിക്ക് അവനോട് അസൂയുള്ളൂ. അവൻ സ്നേഹം കാണിക്കുന്നത് പോലെ എനിക്ക് കാണിക്കാൻ അറിയില്ല. ഞാൻ ഒഴിക്കാമേ. അമ്മ തേച്ച് പിടിപ്പിക്കുന്ന എണ്ണയുടെ സുഖം വേറെ കിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോഴങ്ങനെ ചെയ്ത SI ജോർജിന്റെ തലയിൽ സമ്മാനം തന്ന 2 മുഴകൾ അമ്മ കണ്ടുപിടിക്കും. ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ ഹരി? ഗാന്ധി ജയന്തി ആണോ? അല്ല അല്ലേ? അച്ഛൻ്റെ ആണ്ട. കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഞാൻ കരഞ്ഞു, പൊട്ടി പൊട്ടി കരഞ്ഞു. എന്റെ അച്ഛൻ മരിച്ചതുകൊണ്ടായിരുന്നില്ല, എനിക്ക് ചിത്രത്തിന്റെ ക്ലൈമാക്സ് കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. ലാലോ. ആ ഉമ്മറേ, മെല്ലെ കഴിക്കട ഹരി. ദാ അവനെ കണ്ടുപിടിക്കേ. ആ ഉമ്മറേ, അത്താഴം കഴിച്ചോ? കഴിച്ചിട്ടാ അമ്മ വന്നത്. പഠിത്തമൊക്കെ എങ്ങനെ പോന്നു? ഉഷാറായിട്ട് പോകുന്നു. ലാലു ക്ലാസ്സിലൊക്കെ വരാറുണ്ടോ? പിന്നെ ലാലു അല്ലേ ക്ലാസ്സിൽ ഫസ്റ്റ്. രാവിലെ വെറുതെ നടന്നാലും രാത്രിയിൽ ക്ലാസ്സിൽ പോകുന്നതാ ഒരാശ്വാസം. ഇത് കഴിഞ്ഞാ വേറെന്താ പരിപാടി? ഒരു ജോലി ഏകദേശം ഗൾഫിൽ ശരിയായിട്ടുണ്ട്. അടുത്ത മാസം മിക്കവാറും ഞാൻ അങ്ങോട്ട് പോകും. അമ്മേ, ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വരാം. കുരുടി, ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ഗല്ലി കാണാം. ശരി സൈമ. കൃഷ്ണന്റെ കൊട്ട നിറച്ചു കൊടുക്ക്, അവന് തലയൊക്കെ വെച്ചു കൊടുക്ക്. നീ എന്താ പറയുക, അതും പൂരി അങ്ങോട്ട് ഫുള്ളായിട്ട് നിറച്ചു കൊടുക്ക്. പിന്നെ എന്താണ് വേല ഇതാ കാണിക്കുന്നത്? എടുത്തിട്ടൂടെ അങ്ങോട്ട്, വേർത്തിട്ടൂട്. മേലുള്ള ഏടോ ആരോ അപ്പുറത്തെ എടുത്തിട്ടൂടുന്ന അങ്ങോട്ട്. എവിടെയാണ് നോക്കി നിൽക്കുന്നത്?
ലാലു എട്ടരേണ്ട റൗണ്ട് ശ്രദ്ധിക്കണം. ശരി സൈമ. അല്ല രാമേട്ട. പോട്ടെ പോട്ടെ അങ്ങോട്ട്. ഇത് പോട്ടെ ഇത് പോട്ടെ ഇത് പോട്ടെ 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 പോട്ടെ. എടുത്തോ എടുത്തോ എടുത്തോ. കുട്ടാ കഴിഞ്ഞോ നിന്റെ ക്ലാസ്? അപ്പോഴേക്കത് തീർത്ത്. അതെ, ഒരു പണിയെടുക്കാതെ വെള്ളം അടിച്ചു നടക്കാൻ നല്ല സുഖമാണല്ലേ. നീ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ ഞാൻ എന്തിനാ ജോലിക്ക് പോകുന്നത്? പിന്നെ ഞാൻ ഗൾഫിൽ പോയാൽ നിനക്ക് സിമ്പതിയുടെ പേരിൽ കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ് അയച്ചു തരില്ലേ ഞാൻ? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ശരി ശരി, നീ എനിക്കൊരു ചെറുത് ഒഴിച്ചേ. അതും വേണോ നിനക്ക്? ലാലു, എന്താ പറ? ഇന്ന് പോലീസൊക്കെ ഇല്ലാത്തോണ്ട് ഒരു ലോൺ കൂടി പോയി വരാൻ മുതലാളി പറഞ്ഞു. ഇന്നിനി ലാലു എങ്ങോട്ടും വരുന്നില്ല. കിട്ടണ പൈസ കളയണ്ട ലാലു, നീ പെട്ടെന്ന് വന്നേ. പോടാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരടാ സൈമ. നീ പോവാണോ അളിയാ? ഞാൻ ഇപ്പൊ തന്നെ വരില്ലടാ ചക്കരക്കുട്ട. പോണ്ട. എന്നാ ഇത് വരി. അത് കൊള്ള. എന്താണ് വേല ഇതാ? ഇങ്ങനെ തിരക്കുള്ള സമയത്ത് ഇങ്ങനെ വീഡിയോ വലിച്ച് നടന്നാൽ എങ്ങനെയാണ്? വേട്ടൂടെ അങ്ങോട്ട് എല്ലെങ്കിൽ തന്നെ 3-4 ലോഡ് പോയിട്ടുള്ളൂ. ഇനി എത്ര ലോഡ് പോവാളാണ്? ഇത് ചങ്ങായി വേഗം എടുത്തുവിട്ടുവിടുന്നു അങ്ങോട്ട്. ഇത് ലോഡാക്കി കഴിഞ്ഞിട്ട് വേണം വേറെ എല്ലാം ലോഡാക്കാനുള്ളേ. വേഗം ഇങ്ങോട്ട് ഓടി വന്നു കൊടുത്തില്ലേ? 500 തപ്പി തടഞ്ഞ് വീഴാതെ അവിടെ പോലെ ഇരുന്നാ പോരായിരുന്നോ? അളിയാ ലാലു, എന്തു പറ്റിയടാ? എടാ കുറെ തെണ്ടുകൾ തന്നെ ചവിട്ടിക്കൂട്ട്. ഏത് പുല്ലനാടാ നിന്നെ തട്ടിയെ? എടാ ആ ബോട്ടിൽ തീർന്നപ്പോ എനിക്ക് ഒന്നും ആയില്ല. കള്ള് ഷാപ്പിൽ ചെന്നപ്പോ അതും പൂട്ടി. മര്യാദക്ക് വീട്ടിൽ പോവാന്ന് വിചാരിച്ചപ്പോ ആ വിനയനും പിള്ളേരും ഷഡിലിരുന്ന് വെള്ളം അടിക്കുന്നു. കുറച്ച് കള്ള് എനിക്കും കൂടെ തരുമെന്ന് ചോദിച്ചാനാ അവന്മാരെന്നെ ഈ കോലാക്കിയത്. നീ കുറച്ച് കള്ളു ചോദിച്ചപ്പോ അവന്മാര് നിനക്കറി തല്ലിയോ? നിനക്കെന്താടാ, ഞാൻ പറഞ്ഞ വിശ്വാസല്ലേ? അതെ എടാ, അത് ഞാൻ കള്ളു വെച്ചപ്പോ അവർക്ക് തരാൻ വയ്യ. പിന്നെ ഞാൻ ആ കുപ്പി എടുത്തങ്ങ് ഓടി. അവന്മാരെന്നെ പിടിച്ചങ്ങ് ചാമ്പി. അത് നന്നായി. ഇക്കാര്യം ഞാൻ നമ്മളെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്. അവന്മാരിപ്പോ നമ്മളെ ഗല്ലിയിലെത്തും. നീ ഇത് എത്ര പേരോട് പറഞ്ഞു? അബു, നീരാളി, വികടൻ, അബു, ഒരു 15 പേരോടെ പറഞ്ഞിട്ടുണ്ട്. അവന്മാരിപ്പോ അവിടെ 15 പേരില്ലേ? പിന്നെ ഞാൻ എന്തിനാ വരുന്നത്? അത് പറ്റില്ല, നീ എന്തായാലും കൂടെ വരണം. എടാ അത് ശരിയാവില്ല, എനിക്കിവിടെ പണിയുണ്ട്. എനിക്കൊരു പ്രശ്നം വന്നപ്പോ നീ എന്നെ ഒഴിവാക്കല്ലേ? അതല്ല സൈമ, ഈ ലോഡ് 15 മിനിറ്റ് കൊണ്ട് നിറയും. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പണിയും കഴിഞ്ഞിട്ട് വരാം സൈമ. നീ കയറ്, വണ്ടി സ്റ്റാർട്ടാക്ക്. പോട്ടെ പോട്ടെ. ഞാനിപ്പോ വരാം. ടാറ്റ ടാറ്റ. ലാലു, എവിടെയാടാ പിള്ളേര്? ഇപ്പൊ വരും. എത്ര നേരായി കാത്തു നിൽക്കുന്ന? ഞാൻ പോവാ. കുറച്ച് നേരം കൂടെ കാത്തു നോക്കാലോ. 2 മിനിറ്റ്. അടിക്കാനുള്ളവരും വന്നില്ല, അടിക്കൊള്ളാനുള്ളവരും വന്നില്ല.
കണ്ട കണ്ണ് തുറന്ന് കണ്ട ഇപ്പൊ മനസ്സിലായോ കുരുടി വിളിച്ചാലും പിള്ളേര് വരുമെന്ന്. കുരുടി ആരാ മോൻ? മക്കളെ അപ്പച്ചനാണോ വരുന്നത്? അയ്യോ ലാലു ഓടിക്കോ, ഇത് മറ്റവന്മാരാണ്. കുരുടിക്ക് കള്ള് വന്നിട്ടില്ലേ ഇങ്ങനെ ഇരിക്കും. വാടാ കേട്ടോ വണ്ടി കയറി. അയ്യോ കിടന്ന് ഉറങ്ങണം, നേരം വെളുക്കണം, എന്തൊക്കെ പണിയാണ്. ഉറങ്ങുന്ന കണ്ടില്ലേ? നിനക്ക് മുള്ളൂല. പാട്ടി കിടന്നുറങ്ങടാ. ലോകമഹായുദ്ധം അതാണ് ഇന്നലെ രാത്രി നടന്നത്. അത് കാരണമെങ്കിലൊക്കെ യോഗം വേണം എൻ്റെ ചേട്ടാ. ഞാനൊക്കെ ഉണ്ടല്ലോ ഒറ്റക്കാലിൽ നിന്ന് കറങ്ങി 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 അടിക്കായിരുന്നു. നിർത്തിയിട്ട് ആദ്യത്തെ പണി ഞാൻ ഇടിച്ചങ്ങ് ശരിയാക്കി. എന്നിട്ട് എൻ്റെ ചേട്ടാ അത് അവിടുന്ന് ഒരു ചവിട്ടി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചവിട്ടങ്ങി ചവിട്ടി. തല്ലുകൂടെ അറിയില്ല, ഞാൻ തല്ലു കുറച്ചു. പിന്നെ 2 പേര് വന്നപ്പം അതിനടുത്ത് ഞാനിതാ ഇങ്ങനെ അടിച്ചു. അത് കഴിഞ്ഞപ്പോ മറ്റം വന്നിട്ട് ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ പിടിച്ചു, എടുത്ത് കറക്കി എറിഞ്ഞു. ആ വന്നു, അവിടെ എല്ലാവരും കൂടെ വന്നു കണ്ടടി അങ്ങ് കുഞ്ഞി 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 4 ഇടി. അത് കഴിഞ്ഞ് ഞാനങ്ങ് ഓടിയിട്ട് ലാലുവിന്റെ ഇടത്ത് കൂടെ ചെന്നപ്പോ തൊട്ട് മുന്നിൽ 3 പേര്. ഉമ്മരോ ഭാഗ്യം ഇന്നലെ നിന്നെ പിടിച്ചില്ലല്ലോ. നീ ഇന്നലെ എന്ത് പരിപാടിയാ കാണിച്ചു? സോറി സൈമ, എല്ലാ കുരുടി കാരണം. ഞാൻ എത്ര പ്രാവശ്യം സിഗ്നൽ തന്നു വണ്ടി ഒന്നും ഇങ്ങോട്ട് മാറ്റാൻ. ഇത് നേരത്താണോ പോവാൻ തോന്നിയത്? അടുത്ത തവണ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് മുതലാളിയോട് പറയാം. എടാ അതിന് ഇനി പണി വേണ്ടേ? മുതലാളിയൊക്കെ ജയിലിൽ അഴി എണ്ണി അങ്ങ് അകത്ത് കിടക്കുന്നുണ്ട്. എന്തായാലും ഇന്നലത്തോടെ നമ്മുടെ നൈറ്റ് ക്ലാസ്സിന് ഒരു തീരുമാനമായി. ഇനി ഞാൻ പണ്ടത്തെ പോലെ കപ്പലിന്റെ കച്ചവടം ചെയ്യേണ്ടി വരും എന്ന് തോന്നണേ സൈമ. അയ്യടാ അവിടെ എനിക്ക് ഇനി എത്ര കഥ പറയാനുണ്ട്. സൂപ്പറിനെ അടിച്ചോടിച്ചതിന് ശേഷമുള്ള കഥ ഞാൻ പറഞ്ഞതാ. ബാക്കി സൂപ്പറിനെ അടിച്ചോടിച്ചപ്പോ അവരെ ഞാനതങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് 1 2 പണി പോയപ്പോ സമാധാനം നിനക്ക്. പണി പോയോ? അടിക്കല്ലേ, ഒരു ഐഡിയ ഉണ്ട്. ഒരു ഐഡിയ ഉണ്ട്. നമുക്കൊരു സിഗരറ്റ് വലിച്ചിട്ട് ആലോചിക്കാം. വേണ്ട